എന്തായാലും ആദ്യ മത്സര വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ പീറ്റർ ടെയ്ലറും കൂട്ടരും ഇന്ന് രണ്ടാം അംഗത്തിന് ഇറങ്ങുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം അംഗം ഇന്ന് കൊച്ചിയിൽ പൂനെ എഫ്സിയുമായാണ് മത്സരം. ഇപ്പോൾ വിജേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്, ഞങ്ങളുടെ പ്രതിനിധി. വിജേഷ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ആരാധകരുടെ വരവ് എങ്ങനെയാണ്? ടീമിന്റെ പരിശീലനം, ഒപ്പം മഴ ഒരല്പം ആശങ്ക വിതച്ചിരുന്നു, പരിശീലനത്തിന് ഇറങ്ങിയിരുന്നില്ല ടീം. എങ്ങനെയാണ് നിലവിലെ അവിടുത്തെ അവസ്ഥ? മറ്റുള്ള ടീമും എത്തും എന്നും അറിയുന്നു. എന്നാലും നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടുപിടിക്കുന്ന വലിയ ഒരു ആവേശം അതിലെ ഒട്ടും. എസ് വിജേഷാണ് വിവരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നത്. സാങ്കേതികമായി ഒരല്പം ബുദ്ധിമുട്ട്, അല്പസമയത്തിനകം വിജേഷിൻ്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് നമുക്ക് ലഭ്യമാകും. മത്സരത്തെക്കുറിച്ച് ഏകദേശം ടീമിനെ സംബന്ധിച്ചൊരു ധാരണയൊക്കെ ആദ്യ മത്സരം കണ്ടതിന് ശേഷം തകർപ്പൻ വിജയമാണ്. എന്നാൽ 3 ഗോളിന് ജയിച്ചു, ഏകപക്ഷീയം 1 ഗോൾ തിരിച്ചടിച്ചുവെങ്കിലും 3 ഗോളിന് ജയിച്ചത് വലിയ കാര്യമല്ല, അതിനെ വലിയ ആത്മവിശ്വാസത്തിൻ്റെ പരിധിയിലേക്ക് എടുക്കേണ്ടതില്ല എന്ന് പീറ്റർ ടെയ്ലർ പറഞ്ഞിരുന്നു. വലിയ പിഴവുകൾ ഒന്നുമില്ലെങ്കിലും പിഴവുകളില്ലാതില്ല, അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിഹരിച്ചൊരു ടീമാകുമോ ഇന്ന് ഇറങ്ങുന്നത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. മത്സരത്തെക്കുറിച്ച് വിശദമാക്കാൻ ഇന്നത്തെ ഒപ്പം എങ്ങനെയാണ് പ്രതീക്ഷകൾ, ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാൻ കെ ബിനീഷ്, ഫുട്ബോളർ, അദ്ദേഹം ന്യൂസ് റൂമിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനീഷ്, പൂനെയുമായാണ് മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ തോറ്റുവെങ്കിലും അവരെ അങ്ങനെ കാണേണ്ടതില്ല, മികച്ച ടീമാണ്, പ്ലേ മേക്കർ അനൽക്കയുടെ ടീമാണ്. ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് കരുതുന്നത്? ഇന്നും ഞാൻ കേരള ടീമിൻ്റെ കൂടെയാണ്. വിജയം കേരള ടീമിന് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാര്യം, കേരള ടീം കഴിഞ്ഞ മാച്ചിൽ നമ്മളൊരു ഡോമിനൻ്റ് വിൻ എന്നൊന്നും പറയാൻ പറ്റില്ല. 3-1 ജയിച്ചെങ്കിലും നമ്മൾ ഫസ്റ്റ് ഹാഫ് അത്ര ഡോമിനൻ്റ് ആയിരുന്നു. നമ്മളൊരു ഏകപക്ഷീയമായ ഒരു മാച്ചൊന്നും ആയിരുന്നില്ല. 3-1 പോലെ ഏകപക്ഷീയമായിരുന്നില്ല മാച്ച്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ടീമിനെക്കാട്ടിയും കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഈ മുംബൈ ടീം. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പീറ്റർ ടെയ്ലർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഏതൊരു മത്സരം തോറ്റു കഴിഞ്ഞാലും രണ്ടാമത് വരുന്നത് വളരെ വാശിയോടെയായിരിക്കും രണ്ടാമത് മത്സരം നേരിടാൻ വരുന്നത്. ആ വാശി അവരെ മത്സരത്തിൽ ഇന്ന് കാണാൻ സാധിക്കും. നമുക്ക് തന്നെ അറിയാം, നമ്മളന്ന് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം നമുക്ക് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാലേ കേരളത്തിന് കളി വിലയിരുത്താൻ പറ്റുമെന്ന് നമ്മളെല്ലാം സംശയിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഫസ്റ്റ് 45 മിനിറ്റ്സിൽ അവർക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫിലാണ് കേരളത്തിൻ്റെ കളി മുഴുവനും വെളിയിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഇന്ന് അതിൻ്റെ അകത്തു നിന്നൊക്കെ അതിൻ്റെ റീപ്ലേസും ഇതൊക്കെ കണ്ടുകൊണ്ട് കേരളം കുറച്ചും കൂടി, അതായത് കേരള ബ്ലാസ്റ്റ് കുറച്ചും കൂടി തന്ത്രങ്ങൾ മെനഞ്ഞു കാണും. അത്രയും നല്ലൊരു കോച്ചാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നല്ലൊരു റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്ന് വിജേഷ് നടുവിൽ ചേരുന്നുണ്ട്. വിജേഷ്, എങ്ങനെയാണ് കൊച്ചിയിലെ ഒരുക്കങ്ങൾ? അരുൺ, കൊച്ചിയിൽ വലിയ ആവേശം തന്നെയാണ്. മഴയുടെ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. എന്തായാലും കഴിഞ്ഞ മത്സരങ്ങളിൽ നമ്മൾ കണ്ടതുപോലൊക്കെ തന്നെ വലിയൊരു ആവേശത്തിന് വലിയൊരു ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിന് വലിയ ഒരു സപ്പോർട്ട് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മുംബൈയും അദ്ദേഹം മാർക്കി താരമായിട്ട് കളത്തിലിറങ്ങുന്ന മുംബൈയും അതോടൊപ്പം തന്നെ കേരളവും തമ്മിലുള്ള മത്സരം 7 മണിയോടുകൂടി തന്നെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കിക്ക് ഓഫ് നടക്കും. അത് വലിയ ഒരു മത്സരം, അതോടൊപ്പം തന്നെ തീപാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കെന്തായാലും ടീമുകളെ കുറിച്ചും ഒക്കെ തന്നെ കൂടുതലായിട്ട് സംസാരിക്കേണ്ടി വരും. മനു, എന്തൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതോടൊപ്പം മുംബൈയും? നമുക്കറിയാം, അനൽക്ക വലിയൊരു താരം, മാർക്കി താരം കേരളത്തിൻ്റെ മണ്ണിൽ ഇപ്പോൾ കളിക്കാൻ ഇറങ്ങുന്നു, കേരളത്തിനെതിരെ ഇറങ്ങുന്നു. വലിയ ഒരു ആരവം ഉണ്ടാവും കേരളത്തിന് സപ്പോർട്ടായിട്ട്. ഏത് രീതിയിലുള്ള ഒരു മത്സരമായിരിക്കും ഇന്ന് ഈ ഗ്രൗണ്ടിൽ അരങ്ങേറുക? തീർച്ചയായിട്ടും ഇപ്പോൾ വിജേഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ ടഫായിട്ടുള്ള മത്സരമായിരിക്കും ഇവിടെ അരങ്ങേറാൻ പോവുക. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം ജയിച്ചു വരുമ്പോൾ മുംബൈ FC പൂനെയോട് തോറ്റിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കിന്ന് ജയിച്ചേ തീരൂ. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനൽക്കയുടെ സാന്നിധ്യം ഒരു വലിയ ഒരു മുതൽക്കൂട്ടാണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം. അത് കാരണം ഫ്രാൻസിന് വേണ്ടി ലോകകപ്പ് ജയിച്ച താരമാണ് നിക്കോളാസ് അനൽക്ക. ആ അനൽക്കയുടെ മാർക്കി താരവും ഒപ്പം തന്നെ മാനേജറുമായി ഒരേ സമയം 2 റോളിലാണ് മുംബൈക്ക് വേണ്ടി അനൽക്ക ഇറങ്ങുന്നത്. കേരളം കഴിഞ്ഞ ദിവസത്തെ കോമ്പിനേഷനിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ വരുത്തില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒപ്പം തന്നെ പ്രതിരോധത്തിൽ ക്യാപ്റ്റൻ പീറ്റർ റാമേജിനുള്ള ചെറിയൊരു പരിക്ക് കേരളത്തിന് ആശങ്ക വിതയ്ക്കുന്നുണ്ട്. എങ്കിൽ പോലും ആദ്യ മത്സരത്തിലെ പോലെ തന്നെ ഒരു വലിയ വിജയ തുടർച്ച ഇവിടെ ഉണ്ടാകാൻ കഴിയും. രണ്ടാം ഹോം മത്സരത്തിലും വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ആരാധകർ. ഇവിടെ കാണുന്ന പോലെ തന്നെ വളരെ വലിയൊരു ആരാധക കൂട്ടം
എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് അവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം ഉച്ച മുതൽക്ക് തന്നെ ചെറു സംഘങ്ങളായി ആരാധകർ ഗ്രൗണ്ടിലേക്ക് എത്തുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ 60,000-ന് മുകളിൽ കാണികൾ, കൃത്യമായി പറഞ്ഞാൽ 60,017 കാണികൾ ആദ്യ മത്സരം കാണാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അതിലും കൂടുതലാകും. ഏകദേശം ഫുൾ ഹൗസിലേക്ക് സ്റ്റേഡിയം നീങ്ങും എന്ന പ്രതീക്ഷയാണ് ഉച്ച മുതലുള്ള കാണികളുടെ ഒഴുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ പ്രതീക്ഷകളുമായി തന്നെയാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിന് മുഹമ്മദ് റാഫി അടക്കമുള്ള കേരളത്തിൻ്റെ താരങ്ങളുണ്ട്. കൂടുതൽ കളിക്കാരെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമൊക്കെ പങ്കുവെക്കാം. ബിജേഷ് ഇപ്പോൾ ചേരുന്നുണ്ട്. ബിജേഷ്, വളരെ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളം പറയുന്നത്. മുഹമ്മദ് റാഫിയുടെ ഫോം, ഒപ്പം തന്നെ പീറ്റർ രാമേജ് അടക്കമുള്ളവർ. മാത്രമല്ല കേരളത്തിന് വേണ്ടി സാഞ്ചസ് വാട്ട് ആദ്യ പകുതിയിൽ കളിക്കുമോ എന്നൊരു വളരെ വലിയൊരു ചോദ്യം ആരാധകർ അവിടെ പറയുന്നുണ്ടായിരുന്നു. കാരണം മിന്നൽ വേഗതയിൽ നീങ്ങുന്ന സാഞ്ചസിൻ്റെ ഒരു നീക്കങ്ങൾ കഴിഞ്ഞ തവണ നോർത്ത് ഈസ്റ്റിന് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഒരു രഹസ്യ ആയുധം എന്ന നിലയിൽ രണ്ടാം പകുതിയിൽ മാത്രമായിരിക്കും സാഞ്ചസിനെ പീറ്റർ ടൈലർ ഇറക്കുക എന്നും പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഒരു കോമ്പിനേഷൻ? തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം പകുതിയിൽ തന്നെയായിരിക്കും സാഞ്ചസ് വാട്ട് കളത്തിലിറങ്ങാൻ സാധിക്കുക. കാരണം സാഞ്ചസ് വാട്ട് വളരെ ചെറുപ്പമാണ്, നല്ല രീതിയിൽ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മികച്ച കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ച്, വേഗതയും താളവും അനുസരിച്ചായിരിക്കും കേരളത്തിൻ്റെ ഇനി മത്സരം പുരോഗമിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഹ്യൂമേറ്ററിന് പകരമായിട്ട് മലയാളികൾ ഒരു പുതിയ താരോദയത്തെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന കാര്യം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ജോസു കുറിയാസ് എന്ന സ്പാനിഷ് താരം മലയാളികൾക്ക് ജോസൂട്ടിയായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയും അവരുടെ ഈ ആവേശവും ആരവവും ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. കഴിഞ്ഞ മത്സരത്തിൽ 49-ാം മിനിറ്റിൽ കേരളത്തിന് വേണ്ടി ഗോൾ നേടിയ വ്യക്തിയാണ് ജോസു കുറിയാസ്. അതോടൊപ്പം കേരളം കഴിഞ്ഞ സീസണിൽ ഗോളടിച്ച ആദ്യത്തെ മത്സരത്തിലും 49-ാം മിനിറ്റിൽ തന്നെയായിരുന്നു ഹ്യൂമും ഗോൾ നേടിയിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ ജോസു കുറിയാസിനെ ജോസൂട്ടി എന്ന് വിളിച്ച് കഴിഞ്ഞ തവണ ഗ്യാലറിയിൽ നിന്ന് നമ്മൾ മുഴങ്ങിക്കേട്ടതാണ്. ഇത്തവണയും വലിയ ഒരു ആരവവും വലിയ ഒരു ആവേശവും ജോസു കുറിയാസിന് സപ്പോർട്ടായിട്ട് കേരളത്തിൻ്റെ ഈ മണ്ണിൽ നിന്നും, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഗ്യാലറികളിൽ നിന്നും മുഴങ്ങിക്കേൾക്കും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. മലയാളികളുടെ മണ്ണിൽ മുഹമ്മദ് റാഫിയും അതോടൊപ്പം മറ്റ് വിദേശ താരങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനാൽ നമുക്ക് നല്ല ഒരു മാച്ച് ഇന്നത്തെ ഇവിടെ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരിക്കലും മുംബൈയെയും വില കുറച്ച് കാണാൻ സാധിക്കില്ല. അനൽക്ക എന്ന് പറയുന്ന വലിയ ഒരു കളിക്കാരൻ മുംബൈയുടെ ഭാഗത്ത് പരിശീലകനായി എന്ന ഡബിൾ റോളിൽ കൂടി അരങ്ങേറുന്നത് കൊണ്ട് തന്നെ എന്തായാലും വലിയ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയക്കകം കളിക്കാരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേരും എന്ന ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലായിട്ടുള്ള പ്ലേയേഴ്സിനകത്തേക്ക് കടക്കാനുള്ള പ്രത്യേക ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ആ വഴിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അവിടെ വെച്ച് കൃത്യമായിട്ട് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ സേനയുടെയും കനത്ത സുരക്ഷയിലായിരിക്കും കളിക്കാർ അതിനകത്തേക്ക് പ്രവേശിക്കുക. അല്പസമയക്കകം അവർ എത്തും എന്നും അറിയുന്നു. എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വഴികളിലൂടെ കളിക്കാർ എത്താനുള്ള സമയമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം കാർലോസ് മർച്ചേനയുടെ കാര്യമാണ്. 90% പരിക്ക് കാർലോസ് മർച്ചേനയുടേത് മാറിയിട്ടുണ്ട് എന്ന് മാറുന്നു. അതോടൊപ്പം ചിലപ്പോൾ മർച്ചേന ഇന്ന് ഇവിടെ കളത്തിൽ ഇറങ്ങാനുള്ള സാധ്യതയുമാണെന്നു. മനു, നമ്മൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ആവേശമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഒരു ആവേശത്തോടെ ഇവിടെ കാത്തു നിന്ന കാണികൾ വളരെ വലിയൊരു ആവേശമാണ് ഉയർത്തുന്നത്. വളരെ വലിയൊരു ആൾക്കൂട്ടം നമുക്ക് ചുറ്റും ഇവിടെ ടീം എത്തുന്നത് കാണാൻ വേണ്ടി തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഒരു പക്ഷേ പ്രിയപ്പെട്ട കളിക്കാരെ കണ്ടതിന് ശേഷം മാത്രമേ ഗ്രൗണ്ടിനകത്തേക്ക് കയറൂ എന്ന രീതിയിൽ അവർ വളരെ നേരങ്ങളായി ഇവിടെ നിൽക്കുകയായിരുന്നു. ഈ പ്ലേയേഴ്സ് എൻട്രി വാതിലിൻ്റെ അവിടെ ഇതാ കേരളത്തിൻ്റെ ടീം എത്തിയിരിക്കുന്നു. മുൻ സീറ്റിൽ തന്നെ പരിശീലകൻ പീറ്റർ ടൈലർ ഇരിക്കുന്ന ദൃശ്യം നമുക്ക് ബസ്സിനുള്ളിലൂടെ കാണാൻ കഴിയും. ഇത് അദ്ദേഹമായിരിക്കും ഒരു പക്ഷേ ആദ്യം, അത് തന്നെ പീറ്റർ ടൈലറാണ് ആദ്യം തന്ത്രങ്ങൾ ഒളിപ്പിച്ച ആ ഡാറ്റ കളക്ഷനുമായി അദ്ദേഹം പുറത്തിറക്കുന്നു. വളരെ വലിയൊരു ആവേശ കാഴ്ചയാണ് അരുൺ നമുക്ക് കാണാൻ കഴിയുന്നത്. ആരാധകർ വളരെ വലിയൊരു കയ്യടിയോടെ താരങ്ങളെ സ്വീകരിക്കുന്നു. താരങ്ങൾ ഓരോരുത്തരായി പുറത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടീം ഒഫീഷ്യൽസ് ആണ് ആദ്യം വരുന്നത്. തൊട്ടുപുറകെ തന്നെ ബാക്കിയുള്ള താരങ്ങളടക്കമുള്ളവർ എത്തും. എല്ലോ മേ ഖേലോ എന്നെഴുതിയ ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മുദ്രാവാക്യം പതിച്ച ബസ്സിലാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത്. തൊട്ടുപുറകെ തന്നെ മുംബൈ FC യുടെ
താരങ്ങളും എത്തും. വളരെ വലിയ ഒരു സ്വീകരണമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടം കളി കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നു. അവരെല്ലാവരും തന്നെ താരങ്ങളെ കാണാനും സ്വീകരിക്കാനും ഒക്കെ പ്രിയപ്പെട്ട താരം മുഹമ്മദ് റാഫിക്ക് വേണ്ടിയാണ് ആരാധകർ ഇവിടെ കയ്യടികളുമായി നിൽക്കുന്നത്. ഒപ്പം തന്നെ സാഞ്ചസ് വാട്ട് അടക്കമുള്ളവരുടെ ഒപ്പം ആദ്യ ഗോളിലൂടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയ ജോസൂട്ടി മലയാളത്തിൻ്റെ ജോസൂട്ടിക്കായും ഇവിടെ ആളുകൾ കാത്തിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ടീം ഒന്നൊന്നായി ഇതാ പ്ലെയേഴ്സ് വാതിലിലൂടെ സ്റ്റേഡിയത്തിനകത്തേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. വലിയ ആരവങ്ങളോടെ കാണികൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ ബസ്സിന് തൊട്ടുപുറകെയായിട്ട് തന്നെ ഇപ്പോൾ മുംബൈ FC-യുടെ നിക്കോളാസ് അനൽക്കയുടെ ആരാധകരുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും കാത്തിരിക്കുന്നത് അനൽക്ക വരാൻ വേണ്ടിയാണ്. കാരണം ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ അത് നിക്കോളാസ് അനൽക്ക തന്നെയാണ്. ലോകകപ്പ് അടക്കം ജയിച്ച ഒരുപാട് ചരിത്രങ്ങളുള്ള ചെൽസിക്ക് വേണ്ടിയും റയൽ മാഡ്രിഡിന് വേണ്ടിയും ഇന്റർ മിലാന് വേണ്ടിയും ഒക്കെ യൂറോപ്പിലെ മൈതാനങ്ങൾ കീഴടക്കിയ അനൽക്ക. മാത്രമല്ല അനൽക്കയോട് കേരളത്തിന് വലിയൊരു കടം വീട്ടാനുണ്ട്. കഴിഞ്ഞ തവണ 2 തവണ നമ്മൾ മുംബൈയുമായി ഏറ്റുമുട്ടിയപ്പോൾ കൊച്ചിയിൽ നമ്മൾ സമനില പിടിച്ചപ്പോൾ മുംബൈയിൽ അവരുടെ തട്ടകത്തിൽ അനൽക്കയുടെ ഗോളിൽ നമ്മൾ ഇതാ റാഫി പുറത്തിറങ്ങിയപ്പോൾ വളരെ വലിയ കാര്യമായ പ്രതികരണങ്ങളില്ല എങ്കിൽ തന്നെ റാഫിയുടെ ആ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വ്യക്തമായിരുന്നു ജയം. അതിൽ കുറഞ്ഞൊന്നും തുടർച്ചയായ 2ാം ജയം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. തൊട്ടുപുറകെ തന്നെ നമ്മൾ മുംബൈ ടീമിനും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സാഞ്ചസ് വാട്ട് ആഴ്സണലിൻ്റെ ഉൽപ്പന്നമായ സാഞ്ചസ് വാട്ടിന് വേണ്ടിയും ആരാധകർ ഇവിടെ വലിയ ഒരു പിന്തുണ തരുന്നു. നിക്കോളാസ് അനൽക്കയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ നല്ലൊരു വെയിലത്തും എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അനൽക്കയുടെ കേരളത്തിൽ കടം വീട്ടാനുണ്ട്. കഴിഞ്ഞ തവണ അനൽക്കയുടെ ഗോളിലാണ് നമ്മൾ മുംബൈയിൽ പരാജയപ്പെട്ടത്. ഇത്തവണ ഒരുപക്ഷെ നമ്മുടെ ഈ ആവേശത്തെ എല്ലാം മറികടക്കുകയാണ് ഇവിടെ കാണികളുടെ ഒരു വലിയ ആരവം എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അനൽക്കയ്ക്ക് വേണ്ടി തന്നെയാണ്. തൊട്ടുപുറകെ തന്നെ അടുത്ത അതായത് ക്രൗൺ പ്ലാസയിൽ നിന്ന് ടീം താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇരു ടീമുകളും പുറപ്പെട്ടിരിക്കുന്നത്. കേരള ടീം ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ തൊട്ടുപുറകെ തന്നെ മുംബൈ ടീം എത്തും. അനൽക്കയുടെ ഗോളിലായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ മുംബൈയിൽ തോറ്റത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോളിന് പകരം വീട്ടേണ്ടതുണ്ട്. മികച്ച ഗ്രൗണ്ടാണെന്നായിരുന്നു ഇന്നലെ ഇവിടെ വന്ന അനൽക്ക പ്രതികരിച്ചത്. വളരെ നല്ലൊരു സാഹചര്യം ആണ് കളിക്ക് അനുകൂലമായ. മാത്രമല്ല കൊച്ചിയിൽ വിനീത് കാര്യമായ പ്രതികരണങ്ങളില്ലാതെയാണ് വിനീത് കയറിപ്പോകുന്നത്. ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇത് പുൽക വരുന്നു, പുൽക. പക്ഷേ പ്രതികരിക്കരുത് എന്ന തരത്തിൽ അവരോട് ടീം മാനേജ്മെൻറ്റിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് താരങ്ങൾ പ്രതികരിക്കാതെ ഉള്ളിലോട്ട് പോകുന്നത്. കേരള ടീമിൻ്റെ താരങ്ങളും ഒഫീഷ്യൽസും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മുംബൈ FC-യുടെ ടീം എത്തിച്ചേരും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മുംബൈ FC ടീമിൻ്റെ വരവിനെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ വേണ്ടി ബിജേഷ് ചേരുന്നുണ്ട്. ബിജേഷ്, അല്പസമയത്തിനകം തന്നെ മുംബൈ അനൽക്കയുടെ ടീം എത്തിച്ചേരും. ആരാധകർ ഒരുപക്ഷെ കാത്തിരിക്കുന്നത് അനൽക്കയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും. ലോകകപ്പ് അടക്കം ജയിച്ച സൂപ്പർ താരമാണ്. റയൽ മാഡ്രിഡിനും ചെൽസിക്കും വേണ്ടി ചാമ്പ്യൻസ് ലീഗിൽ അടക്കം യൂറോപ്പിനെ കീഴടക്കിയ അനൽക്ക വരാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് തത്സമയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ മനു എം നായരും ഒപ്പം ബിജേഷും നൽകിയിരുന്നത്. സച്ചിൻ തെണ്ടുൽക്കറുടെ സ്വന്തം നാടായ മുംബൈക്കെതിരെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ടീം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു എന്നുള്ളതാണ് ഏറെ കൗതുകങ്ങൾ നിറഞ്ഞ ഒരു സീസൺ കൂടിയാകും ഇത് എന്ന് കരുതാം. വളരെ മനോഹരമായൊരു മത്സരം പ്രതീക്ഷിക്കാം. പക്ഷേ പരിശീലകൻ പീറ്റർ ടൈലർ പറഞ്ഞത് ജയം വലിയ മാർജിനിൽ നേടി എങ്കിലും പോരായ്മകളുണ്ട്, അത് പരിഹരിക്കേണ്ടത് കൂടിയാണ് എന്ന തരത്തിലാണ്.